ഏറ്റുമാനൂർ ബ്ലോക്ക് വികസന സമിതിയുടെ 11ാമത് വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാൻ തുണ്ടം അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ആ സന്ദർഭത്തിൽ പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്യുക വഴി കുട്ടികളെയും ഒപ്പം രക്ഷകർത്താക്കളെയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് വികസന സമിതി ഏറ്റെടുത്തത്. അതോടൊപ്പം SSLC പരീക്ഷയിൽ A+ നേടിയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ പാരിതോഷികം നൽകി അവരെ അനുമോദിക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും കൃത്യമായി നമ്മൾ അനുമോദിക്കേണ്ടത്. വലിയ കഠിനാധ്വാനം വഴിയാണ് ആ കുട്ടികൾ A+ നേടുന്നത്. രാവും പകലും ഉറക്കളച്ചിരുന്ന് പഠിച്ച് അവരോടൊപ്പം ഉറക്കളയ്ക്കുന്ന അമ്മമാർ അവരെല്ലാം കൂടി ചേരുമ്പോഴാണ് കുട്ടികൾ A+ നേടുന്ന ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് A+ നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അനുമോദിക്കും. പഠനോപകരണ വിതരണം വികസന സമിതി രക്ഷാധികാരി ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ രശ്മി ശ്യാം, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ, ബാങ്ക് ഡയറക്ടർ രഞ്ജിത് കുമാർ, സെബാസ്റ്റ്യൻ വലിയകാല, രാജു എബ്രഹാം ചൂണ്ടമലക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ ജോസഫ് മണിയാലിനെ സമ്മേളനത്തിൽ ആദരിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.